NSSനെയും SNDP യോഗത്തെയും അനുനയിപ്പിക്കാൻ ബിജെപിയുടെ പ്രതിനിധി സംഘടനാ നേതാക്കളെ നേരിൽ കാണും. അനുനയത്തിന് വി മുരളീധരനെ കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല MT രമേശിനും S സുരേഷിനും നൽകിയിട്ടുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, വി മുരളീധരന് അനുനയത്തിന് ചുമതല. ഇന്നലെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വി മുരളീധരൻ പോയി കണ്ടിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് G. സുകുമാരൻ നായർ. ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ വി മുരളീധരൻ തന്നെയാണോ പെരുന്നയിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത്. വി മുരളീധരനാണ് ഈ സാമുദായിക സംഘടനകളെ, പ്രത്യേകിച്ച് NSSനെയും SNDPയും അനുനയിപ്പിക്കാനുള്ള ഏറ്റവും പറ്റിയ ആൾ എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് വി മുരളീധരന് അനുനയ ശ്രമത്തിന്റെ ചുമതല നൽകാൻ വേണ്ടി ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിൽ എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് ഒരു ഇടത് ചായ്വ്, അല്ലെങ്കിൽ CPM-നോടുള്ള ചായ്വ്, സർക്കാരിനോടുള്ള ചായ്വ് പ്രകടിപ്പിച്ചുകൊണ്ട് NSSും SNDPയും പ്രകടമായി തന്നെ രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. വളരെ ജാഗ്രതയോടുകൂടി വേണം. മാത്രമല്ല, അത് കൃത്യമായി അനുനയ ശ്രമങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത് വിജയകരമായിരിക്കണം എന്നുള്ള നിലപാടിലെത്തുന്നു. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് BJP നടത്തിയ അത്തരം ശ്രമങ്ങളൊക്കെ തന്നെ വിജയകരമായിരുന്നില്ല എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ്. കാരണം ഛത്തീസ്ഗഡിലെ ഓപ്പറേഷൻ പാളിപ്പോയി എന്നുള്ളൊരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോകാനുള്ള ശ്രമമൊക്കെ ഇവിടെ സംസ്ഥാന നേതൃത്വം നടത്തുന്നതിനിടയ്ക്ക് ഇവിടെ ഉത്തരത്തിലുള്ളത് പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ NSSും SNDPയും ഒക്കെ തന്നെ ഈ അനുകൂലമായ നിലപാട്, അല്ലെങ്കിൽ NSSും SNDPയും ഉള്ള നിലപാട് സർക്കാർ അനുകൂല നിലപാടായി മാറുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അനുനയ ശ്രമത്തിന് വേണ്ടി വി മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ വി മുരളീധരൻ നേരിട്ട് പോയി കണ്ടത് അതിന്റെ സൂചന കൂടിയാണ്. വി മുരളീധരനോടൊപ്പം PK കൃഷ്ണദാസും സുരേഷും അടക്കമുള്ള നേതാക്കൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എത്രയും വേഗത്തിൽ തന്നെ വെള്ളാപ്പള്ളിയെ കണ്ടതുപോലെ തന്നെ പെരുന്നയിലെത്തി സുകുമാരൻ നായരെയും കാണാനുള്ള ശ്രമങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ NSS SNDP നേതൃത്വങ്ങൾ രണ്ട് വിഭാഗങ്ങളും, അല്ലെങ്കിൽ നായർ ഈഴവ വോട്ട് ബാങ്കുകളൊക്കെ തന്നെ സർക്കാരുമായി അടുക്കുന്നത് BJPയുടെ ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ കൃത്യമായി ഒരു ചുമതല വിഭജിച്ചു കൊടുക്കുന്നതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അതൊരു സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തുക, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തുക എന്നുള്ള നിലയിലായിരിക്കും സാധാരണ പോവുക. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വി മുരളീധരനെ കൃത്യമായി ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ആ സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാക്കളെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കത്തിലേക്ക് ദേശീയ നേതൃത്വം കടക്കുന്നത് ഇത്തരത്തിൽ ഒരു അതൃപ്തിയുടെ സൂചന കൂടിയാണ് പ്രകടമാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലുണ്ട്. സംസ്ഥാന സമിതി യോഗത്തിലടക്കം പങ്കെടുക്കും. ഒരുപക്ഷെ സംസ്ഥാന സമിതി യോഗത്തിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല, നേതൃത്വവുമായി കൂടിയാലോചനകൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ചർച്ചകളും നടക്കും. അപ്പോൾ ഇനി കൂടുതൽ തീരുമാനങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല. സ്മൃതി. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.